ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ കൊൽക്കത്തയാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ചെന്നൈയുടെ മൈതാനമായ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള രണ്ട് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് CSKയെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ കൊൽക്കത്തക്ക് ഈ സീസണിൽ ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ESPN ക്രിക്കിൻഫോ നൽകിയ ലൈനപ്പാണ് നമ്മൾ പരിശോധിക്കുന്നത്. ESPN ക്രിക്കിൻഫോ പറയുന്നത് ഇന്നത്തെ മത്സരത്തിൽ MS ധോണി കളിക്കില്ല എന്നുള്ളതാണ്. അതേസമയം കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു വിന്നിംഗ് 11-ൽ നിന്നും മാറ്റം വരുത്താൻ CSK തയ്യാറായേക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് പ്രകാരം CSKയുടെ ലൈനപ്പ് ഇങ്ങനെയായിരിക്കും: സഞ്ജു സാംസൺ, രുദ്രാജ് ഗൈക്വാദ്, ആയുഷ് മാത്രെ, ഡിവാൾഡ് ബ്രവിസ്, ശിവം ദൂബെ, സർഫറാസ് ഖാൻ, ജാമി ഓവർട്ടൺ, അഖിൽ ഹുസൈൻ, അൻഷുൽ കമ്പോജ്, നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, ഗുർചപ്നീത് സിംഗ്. അതായത് കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു വിന്നിംഗ് 11 CSK നിലനിർത്തിയേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തി തിരിച്ചു വന്നേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെ മാത്രമാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. കൊൽക്കത്തയുടെ ഒരു സാധ്യത 11 ഇങ്ങനെയാണ്: ക്യാപ്റ്റൻ ആയിക്കൊണ്ട് അജിങ്ക്യ രഹാനെ, ഫിൻ അലൻ, അങ്ക്രിഷ് രഘുവൻഷി, കാമറൂൺ ഗ്രീൻ, റിങ്കു സിംഗ്, റോമാൻ പവൽ, രമൺദീപ് സിംഗ്, സുനിൽ നരൈൻ, അനുകുൽ റോയ് അതല്ലെങ്കിൽ വരുൺ ചക്രവർത്തി. അവിടെ ഒരു സംശയമുണ്ട്. നവദീപ് സൈനി, കാർത്തിക് ത്യാഗി, വൈഭവ് അറോറ. ഇങ്ങനെയാണ് കൊൽക്കത്തയുടെ ഒരു പോസിബിൾ 11 വരുന്നത്. ഏതായാലും കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമായ ഒരു മത്സരമാണ് ഇത്. എന്നാൽ CSKയെ സംബന്ധിച്ചിടത്തോളം ഹോം ഗ്രൗണ്ടിന്റെ ഒരു ആനുകൂല്യം ഇവിടെയുണ്ട്. അത് മുതലെടുക്കാൻ കഴിയും എന്നാണ് അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.